Assalamualaikum. I'm Naima, psychologist. അപ്പം ഇന്ന് വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ ആണ്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു Q&A പോലെ നമുക്കിങ്ങനെ കുറച്ച് ഡിസ്കഷൻ ആയിട്ടൊക്കെ ചെയ്യാന്ന്. അപ്പം നമ്മളിന്ന് സംസാരിക്കുന്നത് മെയിൻലി ഓട്ടിസത്തിനെ പറ്റിയിട്ടാണ്. സോ നമുക്കിന്ന് രണ്ട് ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോയിൽ. ആരെന്ന് നോക്കാം. ഫസ്റ്റിൽ തന്നെ എൻ്റെ ഉമ്മച്ചീൻ്റെ അനിയത്തിയാണ്. നെയിം വാസ് നസീബ ആൻഡ് ഞാൻ എപ്പി എന്നാണ് വിളിക്കുക. അപ്പോൾ വീഡിയോയിൽ ഞാൻ ചിലപ്പം എന്താണ് സംസാരിക്കുമ്പോൾ ഇടയിൽ ചിലപ്പോൾ എപ്പി എന്നായിരിക്കും പറയാം. അപ്പം എപ്പിനെ പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാം. ബിഫോർ ദാറ്റ് രണ്ടാമത്തെ ആൾ എന്ന് പറയുന്നത് ലച്ചു എൻ്റെ അനിയത്തിയാണ്. ഇപ്പം ഷീ സ്റ്റഡിങ് ഇൻ 7th ഇപ്പം കഴിഞ്ഞു ആള്. ഇനി 8th പോവാണ്. അപ്പൊ നമുക്ക് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ കുറച്ചൊരു Q&A പോലെ നമുക്ക് സംസാരിക്കാന്നാണ്. അപ്പം ഫസ്റ്റ് എപ്പിനെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ ഫസ്റ്റ് തന്നെ. എൻ്റെ പേര് നിസീബ. ഞാൻ ഭിന്നശേഷി കുട്ടികളെ നോക്കുന്ന കെയർ ടേക്കറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഇവളോട് എപ്പോഴും പറയൂ, എപ്പിക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികളാണ് എപ്പി നോക്കുന്നതെങ്കിലും കൂടുതൽ ഓട്ടിസത്തെ പറ്റിയിട്ട് എന്താണെന്ന് എപ്പിക്ക് അറിയില്ല, നീ ഒന്ന് പറഞ്ഞു തരുമെന്ന് നിൽക്കും. അവളെപ്പോഴും പറയും സമയമില്ല എപ്പി, നമുക്ക് പിന്നെ പറഞ്ഞു തരാമെന്ന് അറിയാം. അപ്പൊ ഇന്ന് എന്നോട് ചോദിച്ചു, എപ്പി എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ട് ഓട്ടിസത്തിനെ പറ്റിയിട്ടാണ്. എപ്പി ചോദിച്ച ചോദ്യങ്ങളൊക്കെ വെച്ച് മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഞാൻ പറഞ്ഞായിക്കോട്ടെ, നമുക്ക് മറ്റുള്ളവർക്കും കൂടി അറിയാലോ. എനിക്കറിയാത്ത പോലെ പലർക്കും അറിയില്ലായിരിക്കും. നമുക്ക് എന്നാലിന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്നും പറഞ്ഞ് ഞാനും അവളുടെ കൂടെ ഇതാ കൂടിയിട്ടുണ്ട്. അപ്പം പിന്നെന്താന്ന് വെച്ചാല് ലച്ചുനൊന്നും ഇതിനെപ്പറ്റി കൂടുതൽ അറിയൂല. എന്താണ് ഓട്ടിസം? ലച്ചുന് അറിയോ ഓട്ടിസം എന്താണെന്ന് അറിയോ? അതാണ്. അപ്പൊ ഇങ്ങനെ നമ്മള് ഓൾമോസ്റ്റ് നാട്ടിലുള്ള ചെറിയ മക്കളാണെങ്കിലും ഓൾമോസ്റ്റ് പറയാം ഇങ്ങനെ ഉമ്മമാർക്കാണെങ്കിലും ഇപ്പം ഒന്നും അധികം ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിഞ്ഞൂടെ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടാവുമ്പോഴാണ് നമ്മള് ഓട്ടിസം എന്താണ് അല്ലെങ്കിൽ ADHD എന്താണ് ഇങ്ങനെ ഓരോ അസുഖം എന്താ നമ്മൾ അറിയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റില് നമ്മൾ വീഡിയോയില് സംസാരിക്കുന്നത് എന്താന്ന് വെച്ചാല് വാട്ട് ഈസ് ഓട്ടിസം. അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ ഓട്ടിസം എന്താന്നുള്ളത്? എനിക്കൊന്നും അറിയില്ല, കാരണം ഞാൻ ഓട്ടിസം വായിച്ച കുട്ടികളുടെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത്. ഓട്ടിസം ഉണ്ട്, ADHD ഉണ്ട്, ഡൗൺ സിൻഡ്രോം ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനത്തെ വായിച്ച കുട്ടികളാണ്. അവരെ അത്രയും കെയർ ചെയ്യുകയും അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുകയും അതിനുള്ള തെറാപ്പികളൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്താണിത് ഇങ്ങനെ ഇത് ബാധിക്കുന്നുണ്ട്, ഇത് കൂടുതലും കുട്ടികളിലാണോ അല്ലെങ്കിൽ മുതിർന്നവരിൽ ഉണ്ടാവോ ഒന്നും എപ്പിക്ക് അറിയില്ല. ഞാനിങ്ങനെ പലപ്പോഴും ചിന്തിക്കും, എന്നോട് ഞാൻ പലപ്പോഴും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്, നീ എനിക്ക് പറഞ്ഞു തരാന്ന് ഏറ്റവും എന്നെ പറ്റിച്ചതാണ്. അപ്പൊ ഇന്ന് അതൊക്കെ കൂടി നമുക്ക് അപ്പൊ ഞാനെന്നെ സംസാരിക്കാം. ഓട്ടിസം എന്ന് പറയുന്നത് ASD എന്നാണ് നമ്മൾ യൂഷ്വലി പറയാ. അതായത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്നാ പറയാം. സ്പെക്ട്രം ഡിസോർഡർ അതായത് ആ സ്പെക്ട്രത്തിൽ തന്നെ ഉണ്ട്. സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഒരു കുടക്കീഴിലുള്ള ഒരു അർത്ഥമാണ്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ 3 പേര് ഓട്ടിസം ഉള്ള ആൾക്കാർ ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ എന്റെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളായിരിക്കില്ല എപ്പിക്ക് ഉണ്ടാവുക, എപ്പിന്റെ ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങളായിരിക്കില്ല ആർക്കും ഉണ്ടാവുക, ലച്ചൂന് ഉണ്ടാവുക. അപ്പൊ നമ്മൾ 3 പേരുടെയും ഓട്ടിസത്തിന്റെ ലക്ഷണങ്ങൾ അത് ഭയങ്കര ഡിഫർ ചെയ്യും പേഴ്സൺ ടു പേഴ്സൺ. അപ്പം ഓട്ടിസത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് അവർക്ക് കമ്മ്യൂണിക്കേഷൻ, അതായത് ഒരാളായിട്ട് സംസാരിക്കുക അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് അവർ എന്താണ് ഇന്ററാക്ട് ചെയ്യുക, ഇതിലൊക്കെ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് നമ്മൾ ഒരു ഇൻട്രോവേർട്ട് നമ്മൾ എക്സ്ട്രോവേർട്ട് എന്ന് പറയുന്നില്ലേ, അങ്ങനെ നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല. അതായത് ഇവർ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നുള്ള ഒരു സംഭവമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പകരം ഇവർക്ക് സാമൂഹികപരമായിട്ട് എന്താണ് സോഷ്യൽ സ്കിൽസ് എന്ന് പറയും നമുക്ക്. അതായത് അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് അവരുടെ നീഡ്സ് എക്സ്പ്രസ് ചെയ്യാൻ, അവരുടെ ആവശ്യങ്ങൾ തുറന്നു പറയാന്, എനിക്കത് വേണം, അല്ലെങ്കിൽ എനിക്ക് ഈ ടോയ്ലറ്റിൽ പോകണം, എനിക്ക് ഈ ഫുഡ് കഴിക്കണം, അതൊക്കെ ഇവർക്ക് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ സോഷ്യൽ സ്കിൽസ് അഥവാ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതിലൊക്കെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ നെക്സ്റ്റ് നമ്മൾ പറയുന്ന ഒരു രണ്ടാമത്തെ ഒരു എന്താണ് സിംറ്റം എന്ന് പറയുന്നത് അവരുടെ ഒരു റെപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. റെപ്പിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അറിയോ, റെപ്പിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു സെയിം ബിഹേവിയർ ആണ് അവർ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം എന്താണ് വർക്ക് ചെയ്യുന്നെന്ന് പറയുന്നത്. അപ്പൊ അവിടെയുള്ള ചില കുട്ടികളെ കണ്ടിട്ടുണ്ടാവും മുടി ഇങ്ങനെ പിടിച്ചോണ്ടേയിരിക്കാം, അല്ലെങ്കിൽ അതെ അല്ലെങ്കിൽ ഇങ്ങനെ ആക്കുക, അതിനെ ഇങ്ങനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കും. ചിലർക്ക് എന്തെങ്കിലും കടിച്ചോണ്ടിരിക്കണം. ചില കുട്ടികൾ ഇങ്ങനെ വായിൽ കൈ ഫുൾ ടൈം ഉണ്ടാവും. പിന്നെ ചില കുട്ടികൾ എന്താ പറയാ അടിക്കുന്നതായിരിക്കും.
മുടിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ആക്കല്ലേ. അപ്പൊ പലർക്കും ഇങ്ങനത്തെ ഒരു റിപ്പീറ്റേറ്റീവ് ബിഹേവിയേഴ്സ് കാണാറുണ്ട്. അപ്പൊ നമ്മളെ അടുത്ത് പാരന്റ്സ് വരുമ്പോൾ ഇപ്പം എൻ്റെ അടുത്തൊക്കെ ക്ലയൻസ് വരുന്ന സമയത്ത് അവർ ചോദിക്കുന്നതാണ് എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ ചെയ്യുന്നത്, അവർ എന്താ അങ്ങനെ. അതായത് നമ്മളിപ്പോ കാണുന്ന ഒരു സോക്കോൾഡ് ആയിട്ടുള്ള ഒരു കുട്ടീനെ നമുക്ക് അങ്ങനത്തെ പെരുമാറ്റങ്ങൾ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നേരെ മറിച്ച് ഒരു ഓട്ടിസം ഉള്ള കുട്ടീനാകുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. അതെന്താ അങ്ങനെ എന്നൊക്കെ പാരന്റ്സ് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെപ്പിറ്റേറ്റീവ് ബിഹേവിയർ, അതായത് ഇങ്ങനെ സെയിം ഒരു പാറ്റേണുള്ള ബിഹേവിയറിൽ അവർക്ക് ഒരു സ്റ്റിമ്മിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. സ്റ്റിമ്മിങ് എന്ന് പറയുന്നത് ഒന്നുമല്ല, അവർക്ക് ആ ഒരു സ്റ്റിങ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ചില കുട്ടികൾ ഇങ്ങനെ ആയിരിക്കും, ചില കുട്ടികൾ അടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെൻസറി ആയിട്ടുള്ള ഒരു സ്റ്റിമുലേഷൻ, അവർക്ക് ആ ഒരു സെൻസറി ഇഷ്യൂസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ചോദിക്കുക എന്താണ് സെൻസറി ഇഷ്യൂസ് എന്ന് ചോദിക്കും. സെൻസറി ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെൻസ് ഉണ്ടല്ലോ, പല 5 ടൈപ്സ് ഓഫ് സെൻസസ് ഉണ്ട്. അപ്പൊ അവർക്കൊരു സെൻസറി ആ ഒരു സ്റ്റിമുലേഷൻ കിട്ടും. അത് ചെയ്യുന്ന വഴി അവർക്ക് ഒരു പ്ലഷർ ആണ് കിട്ടുന്നത് അവരുടെ ബോഡിക്ക്. പൂർണ്ണമായിട്ടും മാറൂല മോളെ, നമുക്കിത് മാറ്റാൻ പറ്റൂലേ? ഓട്ടിസം എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു എന്താ പറയാ ഒരു കണ്ടീഷൻ ആണ്. സോ നമ്മൾ ഇത് ക്യൂറബിൾ എന്നുള്ളതിന്റെ അപ്പുറത്തായിട്ട് നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പം ഈ കുട്ടികൾക്ക് നമ്മളിതൊന്നും കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും കുറെ കാര്യങ്ങളിൽ. ഇപ്പൊ അവരുടെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും ഒരു ഡെയിലി അവര് ജീവിക്കുന്ന അവരുടെ ഡെയിലി റൊട്ടീൻ ആണെങ്കിലും ഒക്കെ നമ്മളിൽ നിന്ന് ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാം. എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ലൈക്ക് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് അവരുടെ ഒരു ന്യൂറോളജിക്കൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് തന്നെ അത് ഡിഫറെന്റ് ആണ്. അതായത് നമ്മളെ പോലത്തെ ഒരു ന്യൂറോളജിക്കൽ സംഭവമല്ല. ഇപ്പം എന്റെ ഒരു സംഭവം ആയിരിക്കില്ല, എന്റെ പേഴ്സണാലിറ്റി ആയിരിക്കില്ല എത്തിക്കുണ്ടാവും. അപ്പൊ അതുപോലെ എവറി പേഴ്സൺ ഇസ് ഡിഫറെന്റ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ ഓട്ടിസ്റ്റിക് ഫ്രണ്ട്സ് ദേ ആർ ഓൾസോ ഡിഫറെന്റ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷെ മാനേജ് ചെയ്യാം. അപ്പൊ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് ചോദിക്കുമ്പോൾ അതിനു വേണ്ടി നമ്മൾ ഓട്ടിസ്റ്റിക് ഫ്രണ്ട്സിനെ നമുക്ക് തെറപ്പിക്ക് വിടാം. ബിഹേവിയർ തെറപ്പി നമുക്ക് കൊടുക്കാം. അപ്പം ബിഹേവിയർ തെറപ്പി കൊടുക്കുമ്പോൾ അവരുടെ ബിഹേവിയേഴ്സിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഇപ്പം കുറെ ടെമ്പർ ടാൻഡ്രംസ് എന്നൊക്കെ പറയും, അതായത് വാശി പിടിക്കുന്ന ടൈപ്പ് ഓഫ് കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് അതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പിന്നെ സോഷ്യൽ സ്കിൽസ് ആണ് മെയിൻ ആയിട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതായത് ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്ന പോലെ അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടിട്ട്. അപ്പൊ നമ്മള് ആസ് എ തെറപ്പിസ്റ്റ് നമ്മൾ അവർക്ക് സോഷ്യൽ സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പം ചിലപ്പോൾ നമ്മളെയും അത്രയും ഒരു ഇതിൽ ചിലപ്പം ചില കുട്ടികൾക്ക് വരില്ല, ബട്ട് ചില കുട്ടികൾ ഒക്കെയാണ്. മനസ്സിലായി? അപ്പൊ അത് ഞാൻ പറഞ്ഞത് എഗെയിൻ അത് ഓരോ കുട്ടികളും ഡിഫറെന്റ് ആണെന്നാണ് ഞാനത് ഉദ്ദേശിച്ചത്. ഇതെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ വരുന്നത്? അത് കുട്ടികളെ ഉപേക്ഷിച്ച് ചില കുട്ടികൾക്ക് ഉണ്ടാകുന്നുണ്ടല്ലോ, അത് എന്തുകൊണ്ടായിരിക്കും? അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഒരുപാട് മിക്സ് ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ പണ്ട് പാസ്റ്റില് നമ്മൾ പഴയ ജന്മത്തിൽ ചെയ്ത എന്തൊക്കെയോ എന്താ പറയാ ശാപം കൊണ്ടിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അസുഖം വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അസുഖം എന്നൊക്കെ ചില ആൾക്കാർ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് അതൊക്കെ എന്ന് പറയുന്നത് ഒരു മിത്താണ്. അതായത് നമ്മൾ പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യം കൊണ്ടിട്ടൊന്നും അല്ല ഇത് ആക്ച്വലി വരുന്നത്. ഇത് പ്യോർലി ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷൻ ആണ്. അപ്പൊ ന്യൂറോളജിയിൽ ആ ഒരു സ്ട്രക്ചറിൽ വരുന്ന ഡിഫറൻസ് കാരണമാണ് നമുക്ക് എന്ത് വരുന്നത്, ഓട്ടിസം വരുന്നത്. അപ്പം ഇറ്റ്സ് നോട്ട് ഓൾവേസ് അബൌട്ട് എന്താണ് ഒരു പറയുന്ന പോലത്തെ ഒരു സ്റ്റീരിയോ ടൈപ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ മിത്ത് കാര്യങ്ങളൊന്നും ഇതിൽ പെടുന്നില്ല. അതായത് അവളെ പണ്ട് പാമ്പ് കടിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പണ്ട് അവള് കുറെ പാപങ്ങൾ ചെയ്തത് കൊണ്ടിട്ടോ ആണ് അവൾക്ക് ഇങ്ങനെ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ അവളൊരു ബാഡ് ആയിട്ടുള്ള ഒരു അമ്മ ആയതുകൊണ്ടിട്ടാണ് അങ്ങനത്തെ ഒരു സംഭവം ഇതിൽ കണക്റ്റഡ് അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് മുമ്പൊന്നും ഇങ്ങനെ അത്ര ഇപ്പഴാണല്ലോ ഓട്ടിസം മുൻപൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ സമയം ഇപ്പൊ ഈ കാലഘട്ടത്തിലാന്ന് തോന്നുന്നു ഓട്ടിസം ഒന്ന് എല്ലാരും പറയാനും കാണാനൊക്കെ തുടങ്ങിയത്. അത് again എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ട് നമുക്ക് ഇത്ര ഒരു എന്താണ് നമ്മളിപ്പം പാരന്റ്സ് അപ്ഡേറ്റഡ് ആണ്. നമ്മളെല്ലാവരും കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന് വരുമ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും, ഗൂഗിളിൽ പോയിട്ട് നോക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ കുട്ടീന്റെ ഇന്ന ഏജിൽ കുട്ടി ഇന്ന മൈൽ സ്റ്റോണുകൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടാവും, ഇന്ന കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം എന്നുള്ളത്. അതായത് കുട്ടി അതായത് ഇത്ര ഏജിൽ കുട്ടി നടക്കുന്നു, ഇത്ര ഏജിൽ കുട്ടി ഉരുളുന്നു, ഇത്ര ഏജിൽ കുട്ടി ഓടാൻ പഠിക്കുന്നു. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മൈൽ സ്റ്റോണുകൾ അച്ചീവ് ചെയ്യണം. അപ്പൊ അത് അച്ചീവ് ചെയ്യാതെ വരുമ്പോൾ എന്തെങ്കിലും ഇപ്പം സംസാരിക്കാൻ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴൊക്കെ ഇപ്പോഴത്തെ പാരന്റ്സ് പണ്ടത്തേനെക്കാട്ട് കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. കാരണം മൊബൈൽ ഫോൺ ഉണ്ട്. അപ്പം എന്താണ് സോഷ്യൽ മീഡിയ കൊണ്ടിട്ട് കുറെ ആൾക്കാർ അങ്ങനെ അവയർനെസ് ആണ്. ഇപ്പം എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ വരെ ചിലപ്പം ആർക്കെങ്കിലും ഒരു എന്താണ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് എനിക്ക് ഒരു ബെനിഫിറ്റ് ആണ്. അപ്പൊ ഇതുപോലെ തന്നെ പാരന്റ്സ് അപ്ഡേറ്റഡ് ആവുന്നത് കൊണ്ടിട്ട്
അവർക്കെല്ലാം എന്താണ് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അവര് അത് അറിയുമ്പോൾ അപ്പൊ തന്നെ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സൈൻ അവർ കാണുമ്പോൾ അപ്പൊ തന്നെ അവർ പോകുന്നുണ്ട്, ഏർലി ഇന്റർവെൻഷൻ എടുക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഒരു 3 വയസ്സിന് മുന്നേ ഒക്കെ ആയിട്ട്, 3 വയസ്സിന് മുന്നേ അല്ല, അതായത് ഒരു 3 വയസ്സ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടിസത്തിന്റെ ഒക്കെ സിംറ്റംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒരു 5 years ബിഫോർ ഒക്കെ ആയിട്ട് തന്നെ നമ്മൾ തെറപ്പി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് കുട്ടിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവും. അതായത് നമ്മളൊരു 10 വയസ്സുള്ള ഒരു ഓട്ടിസം കുട്ടീനെ നമ്മൾ വൈകിട്ട് തെറപ്പിക്ക് കൊണ്ടുപോകുന്നതിനെക്കാട്ടും എപ്പോഴും നമ്മൾ പറയാം ഏർലി ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഭയങ്കര ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ ചോദിച്ചതിനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടെ വെൽ അപ്ഡേറ്റഡ് ആണ്. ആൻഡ് പണ്ട് കാലത്ത് ഇത്രയും ഒരു അപ്ഡേറ്റഡ് ആയിരുന്നില്ല. പിന്നെ അമ്മമാരൊന്നും അത്രയും അറിയുന്നില്ല, കുട്ടിക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നാളെ മാറുമായിരിക്കും, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അതാണ് അതിനുള്ള ഒരു നെക്സ്റ്റ് ഒരു ആൻസർ. അപ്പൊ ദീദി അമ്മമാർക്കൊന്നും ഇതിനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ? ഇല്ല, അമ്മമാർക്ക് ടെൻഷൻ അടിക്കാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പം അമ്മമാർക്ക് കുട്ടിക്ക് ഒരു ചെറിയ പനി വന്നാലും വരെ ടെൻഷൻ ആയിരിക്കുമല്ലോ. ഒരു മദർ ആവുമ്പം എന്തായാലും അങ്ങനത്തെ ഒരു പേടി ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യണമെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ അമ്മമാരും തെറപ്പിക്ക് പോകണം, ഒരു സൈക്കോളജിസ്റ്റിനെ കാണണം. അതായത് നമുക്കൊരു ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ഒരു കുട്ടി പിറക്കുന്ന സമയത്ത് അത് ആ കുട്ടീനെ എങ്ങനെ പാരന്റ് ചെയ്യണം, അപ്പം അതുപോലെ തന്നെ ആ അമ്മയ്ക്കും കുറെ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളിലൂടെ ആ അമ്മയും ഒബ്വിയസ്ലി കടന്നു പോവല്ലോ. അപ്പം അമ്മയും ഒരു സൈക്കോളജിസ്റ്റിനെ കാണുക, തെറപ്പി എടുക്കുക, ഇതൊക്കെ അമ്മേനെയും കുറച്ചും കൂടെ ബെനിഫിറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി പറഞ്ഞു കൊടുക്കും അമ്മയ്ക്ക്. അതായത് ഒരു തെറപ്പിക്ക് പോകുമ്പം നല്ലൊരു മാറ്റം എന്തായാലും കാണാൻ പറ്റും. നമുക്ക് കുട്ടിക്ക് ഒരുപാട് സ്കിൽസ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. ആ സ്കില്ല് കുട്ടി പഠിക്കുന്നതോട് കൂടെ പിന്നെ ചില ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഇടയിൽ നമുക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടാലൻസ് ഒക്കെ കാണാറുമുണ്ട്. കുറച്ച് ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും സിംഗിങ് ആയിട്ടോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ചില കുട്ടികൾ ഡ്രോയിങ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ പഠനത്തിൽ ഭയങ്കര ഐക്യമുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഹൈ ഫങ്ഷനിങ് ആയിട്ടുള്ള കുറച്ച് കുട്ടികളും ഉണ്ട്, അങ്ങനത്തെ നമ്മൾ ഓട്ടിസ്റ്റിക് ഫ്രണ്ട്സും ഉണ്ട്. സോ നമ്മളിത് പേടി എന്നുള്ള ഒരു അപ്രോച്ചിന്റെ അപ്പുറത്തായിട്ട് നമ്മൾ ഇത് എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുക, പിന്നെ നമ്മൾ എങ്ങനെയാണ് സ്കിൽ ട്രെയിനിങ് പഠിപ്പിച്ചു കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതായത് പല അമ്മമാരും നമ്മളൊരു കുട്ടി ഉണ്ടാവുന്ന സമയത്ത് പേടിച്ചു പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാരണം അവർക്ക് ഇത് എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. കുട്ടികള് അയ്യോ എനിക്ക് അങ്ങനെ ഒരു കുട്ടി ആയിപ്പോയല്ലോ, ഇനി എന്റെ കുട്ടി എനിക്ക് ഭാവിയില്ല, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒരാളായി പോയല്ലോ, അങ്ങനെയൊക്കെ കുറെ ടെൻഷൻ അടിച്ചിട്ട് ബേജാറാവുന്ന കുറെ അമ്മമാരുണ്ട്. പക്ഷെ നമ്മൾ ഇതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് കുറച്ച് കറേജില് നമ്മള് അപ്രോച്ച് ചെയ്യാന്നുള്ളതാണ് അതിനുള്ളൊരു ആൻസർ എന്ന് പറയുന്നത്. അപ്പം പിന്നെ ഈ തെറാപ്പിയിലൂടെ ഒക്കെ പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ മാറ്റം വരും. അപ്പൊ അത് കഴിഞ്ഞ് ഇവരിപ്പോ സ്കൂൾ ജീവിതമായാലും സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ അവരെ മറ്റുള്ളവരെങ്ങനെ സമീപിക്കും പോലെ ആയിരിക്കില്ലേ. അപ്പൊ അവരുടെ ഫ്രണ്ട്സ് ആയാലും അവരിൽ കൂടി ഇത് അറിഞ്ഞിരിക്കുകയും അവർക്ക് കുറച്ച് അവരും കൂടി അറിഞ്ഞിരുന്നാലല്ലേ അവർക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തല്ലോ. അപ്പൊ ഇവര് സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ അതിന് എനിക്ക് പറയാനുള്ള ഒരു ആൻസർ എന്ന് പറയുന്നത്, നമ്മള് സത്യം പറഞ്ഞാൽ ഒരു സ്കൂൾ തലത്തിൽ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പം ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ പലതും പറയുന്നില്ലേ, സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഒരു ന്യൂറോ ഡൈവേഴ്സിറ്റിനെ പറ്റിയും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക. കുട്ടികൾ മനസ്സിലാക്കട്ടെ, അതായത് എല്ലാ ടൈപ്പ് ഓഫ് കുട്ടികളും ഉണ്ട്. അതായത് ഇപ്പൊ കുറച്ച് ഐക്യു കുറഞ്ഞ കുട്ടികൾ ഉണ്ടാവില്ലേ ക്ലാസ്സില്, എല്ലാവരും ഒരുപോലെ അടങ്ങിയിരിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ലേ. അപ്പൊ നമ്മളെന്താ ഇങ്ങനത്തെ കുട്ടികളെ തള്ളിക്കളയാണോ വേണ്ടത്? അല്ല, നമ്മൾ ഇങ്ങനത്തെ കുട്ടികളെ ചേർത്ത് പിടിക്കുക. പിന്നെ നമ്മൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അതായത് ഇപ്പൊ ഏതൊരു കുട്ടിയാണെങ്കിലും ഒരു ഗ്രോവിങ് സ്റ്റേജിലുള്ള ഒരു കുട്ടി, അപ്പൊ ആ കുട്ടിക്ക് നമ്മൾ എന്താണോ ആ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് അതാണ് ഒബ്വിയസ്ലി ആ ബ്രെയിനിൽ, ആ കുഞ്ഞു കുട്ടീന്റെ ബ്രെയിനിൽ പതിയുന്നതും കുട്ടി പഠിക്കുന്നതും. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും, ഓക്കെ ഇങ്ങനത്തെ കുട്ടികളും ഉണ്ട്, they are also എന്റെ ഫ്രണ്ടാണ്, they are also my friend എന്നുള്ള ഒരു ഫീല് കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടികളത് പഠിക്കട്ടെ, മനസ്സിലാക്കട്ടെ. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ കുറച്ച് അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുക. പിന്നെ എന്തായാലും ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികൾക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ചില കുട്ടികൾക്ക് ഇപ്പം ഹൈപ്പർ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമ്മളതിന് പറയാം. അപ്പൊ അതായത്
അവർക്ക് ഭയങ്കര ഒച്ചയൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുട്ടികൾ നമ്മൾ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ, അതായത് നോയിസ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ ഇരിപ്പിക്കുകയാണ് യൂഷ്വലി ചെയ്യുക. പിന്നെ ചില കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ സ്റ്റിമ്മിങ് ഉണ്ടാവും. അപ്പൊ അത് ഒരു സോക്കോൾഡ് ആയിട്ടുള്ള അപ്പുറത്തെ ഒരു കുട്ടി അത് കാണുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതൊരു എന്താ പറയാ കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ഇതായിരിക്കും അവർക്ക് ഉണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ അത് അവർക്ക് എന്തെങ്കിലും, ചിലപ്പോൾ അവർക്ക് അതൊരു പേടിയായിരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പൊ നമ്മൾ മെയിൻലി ഇതിനെപ്പറ്റി അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനത്തെ സ്റ്റിമ്മിങ് ഉണ്ടാവാൻ കുട്ടികളിൽ, പിന്നെ ഹൈപ്പർ സെൻസിറ്റീവ് ആവുന്ന സമയത്ത് ഇങ്ങനത്തെ കുട്ടികൾ ചിലപ്പോൾ ഒച്ചപ്പാട് ഉണ്ടാക്കാം ക്ലാസ്സിൽ, നമ്മൾ സ്ക്രീം ചെയ്യാന്ന് പറയും, ചിലപ്പോൾ അലരുന്നുണ്ടാവും. അപ്പം അങ്ങനെ പിന്നെ അവർക്ക് ചില ടൈമിൽ നമ്മളൊരു മെൽറ്റ് ഡൗൺ എന്നാ പറയാം. അതായത് പെട്ടെന്ന് അവർക്കൊരു എന്താ പറയാ ഒരു ഇമോഷണലി ഒരു ഔട്ട് ബേസ്റ്റ് പോലെ ഉണ്ട്. ഔട്ട് ബേസ്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കുട്ടി അങ്ങോട്ട് കരഞ്ഞ് നിലവിളിച്ച്, നമ്മളിപ്പോ ഒരു സോക്കോൾഡ് കുട്ടികളാണെങ്കിൽ നമ്മൾ പറയുന്നില്ലേ ഒരു മിഠായിക്ക് വേണ്ടിയിട്ട് വാശി പിടിച്ച് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കരയുന്നുള്ളത്. അപ്പം ഇങ്ങനത്തെ കുട്ടികൾ അങ്ങനെ മിഠായിക്ക് വേണ്ടി എന്നല്ല ഞാൻ പറയുന്നത്, നോർമലായിട്ട് മെൽറ്റ് ഡൗൺ എന്നാണ് പറയുന്നത്. അവർക്ക് ചില ടൈമിൽ അങ്ങനെ ഒരു മെൽറ്റ് ഡൗൺ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ക്ലാസ്സിൽ നിന്ന് അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് അത് ബാക്കിയുള്ള കുട്ടികൾക്ക് അതൊരു ചിലപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ശരിക്കും നമ്മുടെ നാട്ടിലൊന്നും ആ ഒരു സിസ്റ്റം ഡെവലപ്പ് ആയിട്ട് വന്നിട്ടില്ല. ബട്ട് നമ്മുടെ സ്കൂളുകളിൽ തന്നെ നമുക്ക് ഓട്ടിസ്റ്റിക് ഇങ്ങനത്തെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടുള്ള സെൻസറി റൂംസും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കൂളിൽ തന്നെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് കുറച്ചും കൂടെ ഉപകാരമായിരിക്കും. അപ്പം ഇതൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മരുന്ന് കൊണ്ട് മാറുമോ? നമ്മൾ അതിൽ ഫസ്റ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓട്ടിസം ഒരിക്കലും ഒരു രോഗമല്ല. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. അതായത് ഓട്ടിസം ഒരു രോഗമല്ലല്ലോ. അപ്പൊ നമ്മളൊരു രോഗമാണെങ്കിൽ നമ്മൾ എന്താ പറയാ അങ്ങനെയൊക്കെ നമ്മൾ അപ്രോച്ച് ചെയ്യാം. പക്ഷെ ഈ ഓട്ടിസമുള്ള കുട്ടികളിൽ ചിലപ്പം എന്താണ് ഹൈപ്പർ ആക്ടിവിറ്റിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ചിലപ്പം ഒന്ന് ഡോക്ടേഴ്സിനെ കാണാറുണ്ട് ചില പാരന്റ്സ് ഒക്കെ. അത് ഡിപ്പെൻസ്, ചില പാരന്റ്സിന്റെ അനുസരിച്ചിട്ടിരിക്കും. ബട്ട് അഗെയിൻ അതൊരു രോഗം അല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളത് അങ്ങനെ ഒരു രോഗമായിട്ട് കണ്ട് ചികിത്സിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. പകരം നമ്മൾ അതിന് വേണ്ട തെറപ്പികളും കാര്യങ്ങളും കൊടുത്തിട്ട് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് കൂടുതൽ പ്രധാനം. പിന്നെ ചിലവരൊക്കെ പറയുന്നേക്കാൾ വാക്സിൻ എടുത്തുകൊണ്ടിട്ടൊക്കെ ഇങ്ങനെ വരും, പിന്നെ ഈ ഓട്ടീസ് ഉള്ള കുട്ടികൾക്ക് ഒന്നും വികാരശൂന്യരായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്, അതൊക്കെ വാസ്തവമാണ്. അതിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് വാക്സിൻ എന്ന് പറയുമ്പോൾ അതിനൊരു സയന്റിഫിക് റീസൺസ് ഒന്നും ഇപ്പൊ സോഫാർ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ഞാൻ കുറച്ച് വായിച്ച സമയത്ത് മനസ്സിലായത്. പിന്നെ സെക്കൻഡ്ലി ഇപ്പൊ പറഞ്ഞ പോലെ വികാരശൂന്യത എന്ന് പറയുമ്പോൾ അവർക്ക് വികാരങ്ങൾ ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമുക്ക് ഒരു വികാരം വരുമ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സ്കില്ലുണ്ട്. അപ്പം അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു സാധനം അവർ പ്രകടിപ്പിക്കുന്നത് ചിലപ്പം വേറൊരു രീതിയിലാണ്. അപ്പൊ ആ രീതി മനസ്സിലാക്കുക എന്നുള്ളതാണ് അതിൽ കൂടുതലായിട്ട് എനിക്ക് പറയാനുള്ളത്. കാരണം അവർക്ക് അതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇനി വേറെ എന്തെങ്കിലും ഇത് തന്നെയാണ് ഇത്രയും കാലം എന്നോട് ഞാൻ ചോദിച്ചിരുന്നത്. കാരണം എന്താണ് സെൻസറി ഇഷ്യൂസ് എപ്പിക്ക് അറിയില്ലേനും, അതേപോലെ തന്നെ എന്തെന്നാ പിന്നെ ഓട്ടീസ് എന്താന്ന് അറിയില്ല. അവിടുന്ന് തെറാപ്പിസ്റ്റ് ഒക്കെ എന്തെങ്കിലും പറഞ്ഞു, പക്ഷെ ഞാൻ പൂർണ്ണമായിട്ട് ചോദിക്കാനുള്ള ടൈമും ഉണ്ടാവൂല എന്താണെന്നുള്ളത്. അപ്പൊ ഞാൻ വെച്ചാൽ എന്തായാലും മോളുണ്ടല്ലോ ചോദിക്കണം വെച്ചാൽ എന്തായാലും നന്ദി. അതേപോലെ തന്നെ എന്നെ പോലെ അറിയാത്ത ഒരുപാട് പേർക്ക് ഈ വീഡിയോ ഉപകാരമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കൊടുക്കുക, മൂക്ക് അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ താങ്ക് യു മോളു. ഓക്കെ, അപ്പൊ ലക്ഷ്മി എന്തെങ്കിലും പറയാനുള്ളത്? വീഡിയോ എങ്ങനെ ഉണ്ടായി? അതായത് ഇത് ഉപകാരം മനസ്സിലായി, എനിക്ക് ഇതൊന്നും അറിയില്ലേ. ഓക്കെ, ഓട്ടിസം ഉള്ള ഒരു കുട്ടി ഇപ്പൊ ലക്ഷ്മിയുടെ അടുത്ത് വരികയാണെങ്കിൽ ലക്ഷ്മി എങ്ങനെ അതിനെ കാണും? മീൻസ് അവരെ നല്ലോണം മനസ്സിലാക്കി അവരെ ചേർത്ത് വിളിക്കും. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. പിന്നെ അതല്ലാണ്ട് നമ്മൾ എന്താണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ പെരുമാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. അപ്പൊ ലച്ചു അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പെരുമാറ്റം വരുമ്പോ എങ്ങനെയായിരിക്കും ലച്ചുവിന് അതൊന്ന്? അവരെന്താ അവർക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്താ ചെയ്യാന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കാം. അതെ, അവര് മനസ്സിലാക്കുന്നല്ലോ. അപ്പം എനിക്ക് ഇതിലിപ്പോ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സീറോ നോളജിലായിരുന്ന എന്റെ ലച്ചുമോക്ക് ഇപ്പം ഓട്ടിസത്തിനെ പറ്റിയിട്ട് എന്തെങ്കിലും ചെറിയൊരു
ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത് വലിയൊരു ബെനിഫിറ്റ് തന്നെ അല്ലെ. ഈ വീഡിയോ കണ്ടിട്ട് ഒരാൾക്ക് ലച്ചുവിന് ഇപ്പൊ കുറച്ച് കാര്യം മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു ഇത് കാണുന്ന എന്താണ് ചെറിയ മക്കളിലേക്ക് മാക്സിമം നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യാൻ നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ കുഞ്ഞു മക്കള് മനസ്സിലാക്കട്ടെ, അവര് എന്താണ് അവരും ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ട്, അതായത് ഓരോ കുട്ടിയും ഡിഫറെന്റ് ആണ്. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് എല്ലാവരും എന്താണ് ആ ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡിൽ എല്ലാവരും പോട്ടെ, നല്ലതല്ലേ അതൊക്കെ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമാറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ആൻഡ് ഐ ബി കമ്മിങ് ബാക്ക് വിത്ത് കുറെ ഇൻഫോർമാറ്റീവ് ആയിട്ടുള്ള ഇങ്ങനത്തെ വീഡിയോസ്. അപ്പം ഓക്കെ അല്ലേ, ശരി. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.